കുട്ടിക്കാലത്ത് അജയ് ജോസഫ് എന്ന വിദ്യാർത്ഥിക്ക് ഡിസ്ലെക്സിയ അഥവാ പഠന വൈകല്യം സ്ഥിരീകരിച്ചിരുന്നു. തന്റെ പരിമിതികളുടെ പേരിൽ ആ ബാലൻ സഹപാഠികളുടെയും പൊതുസമൂഹത്തിന്റെയും കളിയാക്കലുകളിലൂടെ പലതവണ കടന്നുപോയിട്ടുണ്ടാകാം. പിന്നീട് അറബി കഥകളിലെ രാജകുമാരനെ പോലെ വിവിധ മേഖലകളിൽ സർഗാത്മകതയുടെ പ്രതീകമായി മാറി അജയ് ജോസഫ്. അത്ലറ്റിക്സിലും പ്രൊഫഷണൽ വോളിബോളിലും ക്രിക്കറ്റിലും മികവ് തെളിയിച്ചു. കർണാടകയിലെ പഠനകാലത്ത് 100 മീറ്റർ റെക്കോർഡ് സ്വന്തം പേരിലാക്കി. ഡോക്ടർ അജയ് ജോസഫിന്റെ വളർച്ചയുടെ രണ്ടാം ഘട്ട ലൊക്കേഷനായി മാറിയത് ലണ്ടൻ. ബിരുദ പഠനകാലത്ത് തന്റെ പരിമിതികൾ മറികടന്ന അജയ് ജോസഫ് പ്രോസ്റ്റേറ്റ് ക്യാൻസറുമായി ബന്ധപ്പെട്ട ഗവേഷണത്തിൽ കാംബ്രിഡ്ജ് സർവകലാശാലയിൽ നിന്ന് PhD നേടി ജോലിയിൽ പ്രവേശിച്ചു. അതോടൊപ്പം ഒരു റീറ്റെയിൽ സ്റ്റോറും സ്വന്തമാക്കി. തുടർന്ന് കൂടുതൽ സ്റ്റോറുകൾ കൂട്ടിച്ചേർത്ത് ഒരു റീറ്റെയിൽ ശൃംഖലയുടെ തലവനായി. ബിസിനസ് വളർന്നപ്പോൾ കേംബ്രിഡ്ജിലെ ജോലി ഉപേക്ഷിച്ച് മുഴുവൻ സമയ സംരംഭകനായി മാറി അജയ്. ഞാൻ 2006 തൊട്ട് UK കേംബ്രിഡ്ജ് എന്ന് പറഞ്ഞ ഒരു ഏരിയയിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. ഞാൻ ക്ലിനിക്കൽ സയൻറ്റിസ്റ്റായിട്ട് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനൊരു 2010 കൂടി കുറച്ച് റീറ്റെയിൽ യൂണിറ്റ്സും പിന്നെ കെയറും റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രി ആയിട്ട് ബിൽഡിംഗ് സെക്ടറുമായിട്ട് ഇപ്പോൾ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മളൊരു സ്പെക്ട്രം എന്ന് പറയപ്പെടുന്ന ഒരു ലൈൻ പ്രൊഡക്ഷൻ കമ്പനിയായിട്ട് ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. UK നിന്ന് കഥകൾ പറയാൻ ആഗ്രഹിക്കുന്ന സിനിമാ വീഡിയോ നിർമ്മാതാക്കൾക്കുള്ള വൺ സ്റ്റോപ്പ് ഷോപ്പാണ് UK ഇന്ത്യയിലുമായി വ്യാപിച്ചു കിടക്കുന്ന സ്പെക്ട്രം സ്റ്റുഡിയോ. ഇന്ത്യൻ സിനിമാ നിർമ്മാതാക്കൾക്ക് AI മറ്റ് ആധുനിക സാങ്കേതിക വിദ്യകളുടെയും സഹായത്തോടെ കുറഞ്ഞ ചെലവിൽ സിനിമ നിർമ്മിക്കാൻ അവസരം നൽകുകയെന്ന ലക്ഷ്യത്തോടെയാണ് സ്റ്റുഡിയോ സ്ഥാപിച്ചത്. കേറ്ററിംഗ് ആകട്ടെ, ലൊക്കേഷൻസ് ആകട്ടെ, മറ്റുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് അവിടെ ഒരു റീറ്റെയിലർ എന്നുള്ള തേർഡ് പാർട്ടി ഏജൻ്റായി നിന്ന് ചെയ്യുന്ന രീതിയിലുള്ള ലൈൻ പ്രൊഡക്ഷൻ അല്ല സ്പെക്ട്രം ഉദ്ദേശിക്കുന്നത്. നമ്മൾ നേരിട്ട് നിന്ന് ഇതിൻ്റെ സിനിമയുടെ ഇൻട്രസ്റ്റ് കൊണ്ടും സിനിമ ചെയ്യാൻ പറ്റുന്ന കാരണം കൊണ്ടും നമുക്കത് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ബാക്കിയുള്ള പല ലൈൻ പ്രൊഡക്ഷൻ ആൾക്കാരെക്കാട്ടിലും വളരെ നന്നായി നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ള വിശ്വാസം കൊണ്ടാണ് നമ്മളത് ഇത് തുടങ്ങിയത്. ഇതിനു പുറമെ ഹോസ്പിറ്റാലിറ്റി, റീറ്റെയിൽ, ഹോം കെയർ, ഫിലിം നിർമ്മാണം എന്നിവയിലായി വ്യാപിച്ചു കിടക്കുന്ന ഗ്രൂപ്പിൽ 2500 പേർക്ക് തൊഴിൽ നൽകാനും ഡോക്ടർ അജയ് ജോസഫിനായി. ഫാറൻ ഫാമിലെ യൂണിവേഴ്സിറ്റി ഫോർ ദി ക്രിയേറ്റീവ് ആർട്സിൽ നിന്ന് ഫിലിം മേക്കിംഗിൽ MA ബിരുദം നേടിയ ചങ്ങാതിക്കൂട്ടമായ നെൽസൺ ദേവസ്യ, അർജുൻ മേനോൻ, സാന്ദ്ര ദേവരാജ് എന്നിവരും അജയ്ക്കൊപ്പം പങ്കാളികളായുണ്ട്. പരിമിതികളെ ക്രിയേറ്റിവിറ്റി കൊണ്ട് തകർത്ത് സർഗാത്മകതയുടെ ലോകത്ത് തന്റെ വേറിട്ട യാത്ര തുടരുകയാണ് ഡോക്ടർ അജയ് ജോസഫ്. ബിസിനസ് ഡെസ്ക് 24. നെഗറ്റീവ് എനർജി നിറയുന്നു എന്നൊക്കെ പറയുന്ന പ്രേക്ഷകർക്ക് മുന്നിലേക്കാണ് ഇപ്പോൾ നിങ്ങൾ കണ്ട ഡോക്ടർ അജയ് ജോസഫിന്റെ കഥ ഞങ്ങൾ എത്തിച്ചത്. പഠന വൈകല്യത്തെ നിശ്ചയദാർഢ്യം കൊണ്ട് മറികടന്ന ഡോക്ടർ അജയ് ജോസഫ് എന്ന മലയാളി അങ്ങ് ബ്രിട്ടനിൽ പടുത്തുയർത്തിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ കഥയാണത്. നമ്മുടെ മുന്നിലുള്ള പ്രതിസന്ധികളെ, പ്രശ്നങ്ങളെ തരണം ചെയ്തു പോകാനുള്ള മനസ്സുണ്ടാവുകയാണ് വേണ്ടത്. സാഹചര്യങ്ങൾ കൊണ്ടോ പ്രലോഭനങ്ങൾ കൊണ്ടോ കൗതുകത്തിന്റെ പേരിലോ ലഹരി ഉപയോഗിച്ച് തുടങ്ങുന്നവർ പിന്നീട് ലഹരിക്കയത്തിൽ ആണ്ടുപോവുകയാണ്. നമ്മുടെ ശരീരത്തെ, നമ്മുടെ സ്വബോധത്തെയൊക്കെ ഇല്ലായ്മ ചെയ്യുന്ന ലഹരി വസ്തുക്കളോട് നോ പറഞ്ഞ് ജീവിതം എന്ന ലഹരിയാണ് നമ്മൾ ആസ്വദിക്കേണ്ടത്, ആഘോഷിക്കേണ്ടത്.